പാർലമെന്ററി പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക വിരാമമിട്ട് പി രാജീവ് ദില്ലിയിൽ നിന്ന് വിടവാങ്ങുന്നു. രാജ്യസഭാ അംഗത്വത്തിന്റെ കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഇനി പ്രവർത്തന മേഖല പൂർണ്ണമായും എറണാകുളത്താക്കാനാണ് പി രാജീവിന്റെ തീരുമാനം. പി രാജീവ് എന്ന പുതുമുഖത്തെ ആദ്യമായി രാജ്യസഭയിലേക്ക് അയക്കുമ്പോൾ CPM പോലും കരുതിയില്ല വളരെ പെട്ടെന്ന് പാർട്ടിയുടെ ദേശീയ തലത്തിലെ മുഖമായി ഈ ചെറുപ്പക്കാരൻ മാറുമെന്ന്. നരേന്ദ്രമോദി സർക്കാരിന് പാർലമെന്റിൽ ആദ്യ തിരിച്ചടി നൽകാൻ CPIMന് കഴിഞ്ഞത് പി രാജീവിലൂടെയാണ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിൽ സീതാറാം യെച്ചൂരിയും പി രാജീവും ചേർന്ന് അവതരിപ്പിച്ച ഭേദഗതി സഭ പാസാക്കുമ്പോൾ അത് രാജ്യസഭയുടെ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായി. വിടവാങ്ങുന്ന സന്ദർഭത്തിൽ ഏറ്റവും അഭിമാനകരമായത് 2012 നമ്മളെടുത്തൊരു പൊസിഷൻ 666A ബന്ധപ്പെട്ടത് അതിപ്പോൾ സുപ്രീം കോടതി വിധി വന്നതോടുകൂടി ആ നിലപാട് ഒന്നുകൂടി വിൻഡിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു അഭിമാനം കൂടിയുണ്ട്. ഏത് വിഷയത്തിലും ആഴത്തിൽ പഠിച്ച് നടത്തുന്ന പി രാജീവിന്റെ ഇടപെടലുകൾ പലപ്പോഴും എതിർകക്ഷിയിൽ നിന്നുള്ളവരുടെ പ്രശംസയ്ക്ക് പോലും പാത്രമാവുകയും ചെയ്തു. MP ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യത്തിലും മാതൃകയാകാൻ പി രാജീവിന് കഴിഞ്ഞു. പ്രത്യേകിച്ചും നോമിനേറ്റഡ് MPമാരുടെ ഫണ്ട് കൂടി കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ പി രാജീവിന് കഴിഞ്ഞത് ഏറെ നേട്ടമാവുകയും ചെയ്തു. വീണ്ടും രാജ്യസഭയിലേക്ക് പാർട്ടി പരിഗണിക്കാത്തതിൽ അല്പം പോലും വിഷമമില്ലെന്ന് ആവർത്തിച്ചു പറയുന്ന പി രാജീവ് ഇനി മുഴുവൻ സമയ പ്രവർത്തനവും എറണാകുളത്തെ CPMന് വേണ്ടിയാകുമെന്നും ഉറപ്പു നൽകുന്നു. റിപ്പോർട്ടർ, ദില്ലി.